പശ്ചിമേഷ്യയിൽ ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധസമാനമായ അന്തരീക്ഷത്തിന് താൽക്കാലിക ശമനമുണ്ടാകുന്നു എന്നറിയുന്നതിൽ സന്തോഷം. അങ്ങനെ വാർത്തകൾ വരുന്നത് പറയുന്നത് ട്രംപ് ആയതുകൊണ്ട് വിശ്വസിക്കാതിരിക്കാനും അത് മതി. പക്ഷേ ലോക സമാധാനത്തിന് അല്ലെങ്കിൽ ലോകത്തെ ജനജീവിതത്തിന് ഹോർമൂസ് തുറക്കേണ്ടത് ആവശ്യമാണ്. അത് തുറക്കട്ടെ. ലോകത്ത് ഇന്ത്യ അടക്കമുള്ള എല്ലാ രാജ്യങ്ങളിലും സമാധാനപൂർവ്വം അവിടുത്തെ പൗരന്മാർക്ക് സാമ്പത്തിക സുരക്ഷയോടെ ജീവിക്കാൻ കഴിയട്ടെ. പക്ഷേ അത്തരത്തിൽ ഒരു വാർത്ത വരുമ്പോഴും ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ നമ്മുടെ ചോര തിളപ്പിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങൾ പറയാതിരിക്കാൻ പറ്റുന്നില്ല. ആഗോളതലത്തിൽ നീതിയുടെയും ജനാധിപത്യത്തിന്റെയും കാവലാളുകളാണ് എന്ന് ചമയുന്ന ഡൊണാൾഡ് ട്രംപിന്റെയും അമേരിക്കയുടെയും തനി നിറം ഈ യുദ്ധ പശ്ചാത്തലത്തിൽ ഒരിക്കൽ കൂടി പറയേണ്ടി വരികയാണ്. അത് വ്യക്തമായിരിക്കുകയാണ്. അന്താരാഷ്ട്ര കപ്പൽ പാതയിലൂടെ നിയമപരമായി സഞ്ചരിച്ചിരുന്ന ഇന്ത്യൻ നാവികർ മാത്രം ഉണ്ടായിരുന്ന സെറ്റോബെല്ലോ എന്ന വാണിജ്യ കപ്പലിന് നേരെ ഒരു പ്രകോപനമില്ലാതെയാണ് അമേരിക്കൻ യുദ്ധക്കപ്പലായ USS അബ്രഹാം ലിങ്കണിൽ നിന്നുള്ള F-18 ഹോർനെറ്റ് യുദ്ധവിമാനം 2 ഹെൽഫയർ മിസൈലുകൾ വർഷിച്ചത്. കപ്പലിന്റെ എഞ്ചിൻ റൂം തകർന്നുണ്ടായ ആ കടുത്ത ആക്രമണത്തിൽ നിരപരാധികളായ 3 ഇന്ത്യൻ ജീവനക്കാരുടെ ജീവനാണ് പൊലിഞ്ഞത്. തുടർന്ന് മറ്റു 2 ഇന്ത്യൻ കപ്പലുകൾ കൂടി അമേരിക്കൻ മിസൈലുകളേറ്റ് കത്തിയമരുകയുണ്ടായി. ഒമാൻ നാവികസേനയുടെ സമയോചിതമായ ഇടപെടൽ കൊണ്ട് മാത്രമാണ് മറ്റ് 21 ഇന്ത്യക്കാരുടെ ജീവൻ രക്ഷിക്കാനായത്. ഒരുപക്ഷെ അവർ ആ വിവരം അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ, കൃത്യമായ സന്ദേശം കൊടുക്കാൻ ഒരുപക്ഷെ ആ ഇന്ത്യക്കാർക്ക് കഴിഞ്ഞിട്ടില്ലായിരുന്നുണ്ടെങ്കിൽ ആ 21 പേരും നമ്മൾ വിട്ടുപോയേനെ. ലക്ഷക്കണക്കിന് ഡോളറിന്റെ ചരക്കുകളുമായി ചൈനയിലേക്കും ഇന്ത്യൻ തുറമുഖങ്ങളിലേക്കും മാത്രം സർവീസ് നടത്തിയിരുന്ന ഇറാന്റെ പോർട്ടുകളിൽ പോവുക പോലും ചെയ്യാത്ത കപ്പലുകളെയാണ് അമേരിക്കൻ സൈന്യം ക്രൂരമായി വേട്ടയാടിയിട്ടുള്ളത്. എന്നാൽ ഇത്രയും വലിയൊരു മനുഷ്യത്വരഹിതമായ അതിക്രമം കാട്ടിയിട്ടും ഒരു മാപ്പ് പറയാൻ പോലും തയ്യാറാകാത്ത മര്യാദയില്ലാത്ത അമേരിക്കൻ അഹങ്കാരമാണ് പിന്നീട് ലോകം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S ജയശങ്കർ ഈ വിഷയത്തിൽ അതിശക്തമായ പ്രതിഷേധം അറിയിച്ചപ്പോൾ ട്രംപ് ഭരണകൂടത്തിന്റെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ നൽകിയ മറുപടി തികച്ചും ധിക്കാരപരമായിരുന്നു. ഇറാന്റെ എണ്ണ അനധികൃതമായി കടത്താൻ ശ്രമിച്ചാൽ അമേരിക്കൻ ഉപരോധം നേരിടേണ്ടി വരുമെന്ന് പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് തങ്ങളുടെ ക്രൂരതയെ ന്യായീകരിക്കാനാണ് റൂബിയോ ശ്രമിച്ചത്. വാണിജ്യ കപ്പലുകളെ ഒരു തെളിവുമില്ലാതെ ലക്ഷ്യം വെച്ച് ആക്രമിക്കുകയും ചോദിക്കുമ്പോൾ വംശീയമായ മുൻവിധികളോടെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ഈ പാശ്ചാത്യ അധിനിവേശ യുക്തി ഒരു ഇന്ത്യക്കാരനും അംഗീകരിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് അമേരിക്ക ഇത്തരത്തിൽ ഇന്ത്യൻ കപ്പലുകളെ അല്ലെങ്കിൽ ഇന്ത്യക്കാരെ ലക്ഷ്യമിടുന്നത് എന്ന് നേരത്തെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും ആവർത്തിക്കേണ്ടി വരികയാണ്. അവർക്ക് ലക്ഷ്യം, അമേരിക്കയ്ക്ക് ലക്ഷ്യം ഇന്ത്യയാണ്, ഇന്ത്യക്കാരെയാണ്. അവരെ എവിടെ വെച്ച് കണ്ടാലും എങ്ങനെ കണ്ടു കഴിഞ്ഞാലും അവർ വകവരുത്തും. ഇന്ത്യയെ പരമാവധി പ്രതിരോധത്തിലേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ തകർക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കും. അതിനുവേണ്ടി ഏത് കുതന്ത്രവും അവർ പയറ്റും. ഇതും അതിന്റെ ഭാഗമായി കണ്ടാൽ മതി. അതുകൊണ്ടാണ് അവർ ചെയ്തത് തെറ്റാണ് എന്ന് ബോധ്യപ്പെടുത്തിയിട്ടും മര്യാദയ്ക്ക് ഒരു മാപ്പ് പറയാനുള്ള ഒരു സാമാന്യ മര്യാദ പോലും അമേരിക്കയ്ക്ക് ഇല്ലാതെ പോയത്. ഈ ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക ഈ വിഷയത്തിൽ ഇന്ത്യ കാര്യമായ ഇടപെടലുകൾ നടത്തിയിരുന്നില്ല എന്നുള്ളത് വാസ്തവമാണ്. കാരണം ഈ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ നാവ് കൊണ്ട് അദ്ദേഹം ഉരുവിടുന്ന ഒന്നിനെയും വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് ഇന്ത്യ നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞതാണ്. നയതന്ത്ര രംഗത്ത് 140 കോടി ജനങ്ങളുടെ പ്രതിനിധിയായ ഇന്ത്യക്ക് ഈ ഇറാൻ അമേരിക്ക സംഘർഷത്തിൽ വലിയൊരു സുവർണാവസരമാണ് വേണ്ട എന്ന് വെച്ചത്. ഇസ്രായേലുമായും ഇറാനുമായും ഒരേപോലെ നല്ല നയതന്ത്ര ബന്ധം പുലർത്തുന്ന ഇന്ത്യക്ക് ഈ യുദ്ധത്തിൽ ഒരു ശക്തനായ മധ്യസ്ഥന്റെ, ഒരു നല്ലൊരു മീഡിയേറ്ററുടെ റോൾ ഭംഗിയായി വഹിക്കാമായിരുന്നു. എന്നാൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായ ആ ഒരു നിലപാടുകൾ കാരണം ആ റോൾ തന്ത്രപരമായി കൈക്കലാക്കിയത് പാകിസ്ഥാനാണ്. പാക് സൈന്യാധിപൻ അസീം മുനീറും ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധം മുതലെടുത്ത് ഖത്തറിനെ കൂടി കൂട്ടുപിടിച്ച് അവർ നടത്തിയ 3 മാസത്തെ ചർച്ചകൾക്കൊടുവിൽ പശ്ചിമേഷ്യയിൽ സമാധാന കരാറിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ പാകിസ്ഥാന് കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. സത്യത്തിൽ ട്രംപ് പറയുന്നു, പാകിസ്ഥാൻ പറഞ്ഞതായി ട്രംപ് അവതരിപ്പിക്കുന്നു. ഇതാണ് വസ്തുത. ഇത്തരത്തിൽ ഒരു അടിമയെ പോലെ പറയുന്ന പണി ചെയ്യുന്ന ഒരു പോസ്റ്റ്മാന്റെ പണിയെടുക്കാൻ ഇന്ത്യക്ക് താല്പര്യമില്ലായിരുന്നു എന്നതാണ് വസ്തുത. ഇത് അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാൻ വലിയ നേട്ടം ഉണ്ടാക്കി കൊടുത്തു എന്നത് സത്യമാണ്. പക്ഷെ ഇന്ത്യക്ക് അതൊരു ക്ഷീണമായി എന്ന് പറയാൻ പറ്റില്ല. കാര്യം ഇന്ത്യക്ക് അമേരിക്കയുടെ കാൽക്കീഴിലേക്ക് കിടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായില്ല എന്നൊരു പോസിറ്റീവ് ഉണ്ട്. പക്ഷെ ലോകത്തിന്റെ കണ്ണിൽ നോക്കുമ്പോൾ ഇന്ത്യക്ക് അതൊരു ക്ഷീണമായി ഒരുപക്ഷെ അനുഭവപ്പെടുകയും ചെയ്തേക്കാം. ലോകമെമ്പാടുമുള്ള കപ്പലുകളിൽ ജോലി ചെയ്യുന്ന 3 ലക്ഷത്തിലധികം വരുന്ന ഇന്ത്യൻ നാവികരുടെയും ഗൾഫ് മേഖലയിലുള്ള ലക്ഷക്കണക്കിന് മലയാളികളുടെയും സുരക്ഷയെ ബാധിക്കുന്ന കാര്യമാണ് ഇന്ന് ഹോർമൂസിൽ നടക്കുന്നത്. യുദ്ധത്തിന് താൽക്കാലിക ശമനമാകുമ്പോൾ ട്രംപ് ഭരണകൂടം വലിയ അവകാശവാദങ്ങൾ ഉന്നയിക്കുമ്പോഴും ഇറാന്റെ മരവിപ്പിച്ച $24 ബില്യൺ സ്വത്തുക്കൾ തിരിച്ചു നൽകുന്നതിലും ഹോർമൂസ് കടലിടുക്കിലെ യാത്രാ ഫീസ് സംബന്ധിച്ചും ഇപ്പോഴും വലിയ അവ്യക്തതകൾ തന്നെയാണ് നിലനിൽക്കുന്നത്. ലെബനനിലും
ഗസയിലും ഇസ്രായേലും നടത്തുന്ന ആക്രമണങ്ങൾ, അവിടെ ലെബനനിൽ നടക്കുന്ന തേർവാഴ്ചകൾ, കുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ കൊന്നൊടുക്കുന്ന ആ കൂട്ടക്കൊലകൾ അവസാനിപ്പിക്കാൻ ട്രംപിന് കഴിയുമോ എന്നത് വലിയ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. കാരണം അവിടെ ലെബനോനിന്റെ കാര്യം ഒരു തീരുമാനമാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഇസ്രായേലിന്റെ കാര്യം ഒരുപക്ഷെ ഇറാൻ തീരുമാനമാക്കും എന്നത് നമ്മുടെ മുന്നിൽ തന്നെ നിൽക്കുകയാണ്. യുദ്ധം അവസാനിക്കുന്നതും എണ്ണവില കുറയുന്നതും ലക്ഷക്കണക്കിന് പ്രവാസി മലയാളികൾക്ക് ആശ്വാസകരമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. എന്നാൽ സ്വന്തം പൗരന്മാർ കൊല ചെയ്യപ്പെട്ടിട്ടും അമേരിക്കയോട് കടുത്ത നിലപാടെടുക്കാൻ മടി കാണിക്കുന്ന ഭരണാധികാരികളുടെ നയങ്ങൾക്കെതിരെ പ്രതിഷേധം ഉയർന്നേ മതിയാകൂ. ആഗോള കായിക രംഗത്തായാലും നയതന്ത്ര രംഗത്തായാലും തങ്ങളുടെ അധികാരം നിലനിർത്താൻ ഏത് അതിക്രമവും ന്യായീകരിക്കുന്ന അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ ആ കപടത ഈ വാർത്തയിലൂടെ ഒരിക്കൽ കൂടി ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടപ്പെട്ടിരിക്കുകയാണ്. Different angles. Don't forget to subscribe and support this channel.